ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറഞ്ഞു. HR സോഫ്റ്റ്വെയർസിനെ കുറിച്ച്, HRIS, HRMS, HCMS. ഈ ഓരോ കാറ്റഗറിയിലും വരുന്ന ആപ്ലിക്കേഷൻസിലൊന്ന് പരിചയപ്പെടുത്താം. ഇതിൽ HRIS നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു ആപ്ലിക്കേഷനാണ് പഗാർ ബുക്ക് എന്ന് പറയുന്നത്. പഗാർ ബുക്ക് ഉണ്ട്, പിന്നെ ബാംബു HR ഉണ്ട്. ഇപ്പോൾ ബാംബു HR ആണെങ്കിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ HRMS നമുക്ക് പിന്നെ കേക്ക HR ഉണ്ട്, ഗ്രേറ്റ് HRകളുണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറീസ് ഓഫ് ആപ്ലിക്കേഷൻ വിച്ച് ഇസ് HCMS അതായത് മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള സോഹോ പീപ്പിൾ ഉണ്ട്. സോഹോ പീപ്പിളിനെ ഒരുപക്ഷെ നമുക്ക് HRMS ആയിട്ടും ഒരു HCMS ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. നമുക്ക് ഫീച്ചേഴ്സ് ആവശ്യാനുസരണം ഫീച്ചേഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഒറാക്കിൾ HCM ക്ലൗഡ് ഉണ്ട്. അതുപോലെ SAP സക്സസ് ഫാക്ടർ. ഇതൊക്കെയാണ് നമ്മൾ ഓരോ കാറ്റഗറീസ് ഓഫ് ആപ്ലിക്കേഷൻസിന് പറയാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷന് സൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. റാദർ ദൻ ഗോയിങ് ഒരുപാട് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കാത്ത പല ആപ്ലിക്കേഷൻസും ഉള്ള അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനിൽ പോകുന്നതിന് പകരം വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്.